ഇന്ത്യ അധ്യക്ഷ ഡോക്ടർ ജൂലി മേരി വർഗീസ്, മലയാള വിഭാഗം കേരള സർവകലാശാലയിലെ പ്രൊഫസറായ ഡോക്ടർ സിയ പ്രസാദ്, എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ എൻ വി ബാലകൃഷ്ണൻ, ഡോക്ടർ പ്രശാന്തി ലാജന, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് സുഗുണ, ഇവിടെ സൂര്യൻ കത്തി നിൽക്കുന്ന ഈ നട്ടുച്ചയ്ക്ക് മലയാളത്തോടുള്ള ആഭിമുഖ്യം കൊണ്ട് മാത്രം ശ്രവണ ഗൗരവത്തോടെ ഇരിക്കുന്ന പ്രിയമുള്ള ഭാഷാസ്വാമികൾ, മലയാള ഭാഷയുടെ പുതിയ വർഷാചരണത്തിന്റെ ഉദ്ഘാടനം നടക്കുന്ന ഒരു അനുഗ്രഹീതമായ നിമിഷമാണ്. ആ ദൗത്യം സ്നേഹപൂർവ്വം എന്നെ ഏൽപ്പിച്ചതിൽ ഞാനിതിൻ്റെ ഭാരവാഹികളോടും വിശേഷിച്ച് അതിൻ്റെ പ്രിൻസിപ്പലിനോടും നന്ദി പറയുന്നു. നിങ്ങളുടെ അനുവാദത്തോടെ, നിങ്ങളുടെ അനുഗ്രഹാശിസിലൂടെ ആ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. മലയാള ഭാഷ മറ്റെല്ലാ ഭാഷകളെയും പോലെ തന്നെ ഉജ്ജ്വലമാണ്, ഉത്കൃഷ്ടമാണ്, മഹോന്നതമാണ് എന്ന് എനിക്ക് തോന്നിയത് എൻ്റെ LKG ക്ലാസ്സിൽ വെച്ചാണ്. നിങ്ങളിങ്ങനെ ശ്രദ്ധയോടെ ഒരു ക്ലാസ് റൂമിൻ്റെ അന്തരീക്ഷത്തിൻ്റെ പവിത്രതയോടെ ഇരിക്കുന്നത് കാണുമ്പോൾ എൻ്റെ ഓർമ്മ പിന്നോട്ട് പോയത് ആ LKG ക്ലാസ്സുകളിലേക്ക്. ഞാൻ പഠിച്ചത് ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂളിലാണ്. അന്ന് അവിടെ എല്ലാ പീരീഡും എടുക്കുന്നത് ഒരു അധ്യാപകൻ. അക്കാലം മലയാളവും ഇംഗ്ലീഷും സയൻസും സോഷ്യലും ട്രെയിനും എല്ലാം. എന്താണ് അന്നത്തെ ഒരു സംവിധാനം എന്ന് എനിക്കിപ്പോൾ ഓർക്കുമ്പോൾ മനസ്സിലാവുന്നില്ല, അതിശയം തോന്നുന്നില്ല. ഭാഗ്യവശാൽ എന്നെ പഠിപ്പിച്ചത് ഗണേശൻ സാർ എന്ന് പറഞ്ഞൊരു സാർ, നല്ല രസികനായ ഒരു സാർ, സുമുഖനായ ഒരു സാർ, ചുരുണ്ട മുടിയുള്ള ഒരു സാർ, ഗണേശൻ സാർ. എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. കാരണം സാർ ഇങ്ങോട്ട് വന്നിട്ട് പഴഞ്ചൊല്ലുകളൊക്കെ പറഞ്ഞിട്ട് നാടൻ കവിതകളൊക്കെ ചൊല്ലിയിട്ട് നാടൻ പാട്ടുകളൊക്കെ ആയിട്ട് ഭയങ്കര രസമായിട്ട് ക്ലാസ്. ആന കയറാന്നല്ല, ആടുകയറാന്നല്ല, ആയിരം കാന്താരി പൂത്തതല്ല നക്ഷത്രം, കാക്കൃത് കനക്കൃത് കാക്കേ നിന്നോട് കൂകൃത് കുലകൃത് കൂടവിടെ, തേകൃത് തെനകൃത് തെക്കൻ കണ്ടൊരു മാകൃത് മനകൃത് മാവിന്റെ കോകൃത് കൊനകൃത് കൊമ്പത്ത് തൂങ്ങുന്നു, തൂകൃത് തുനുകൃത് തൂങ്ങുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്ഷരശുദ്ധി വരുന്നതിന് വേണ്ടി നാവിന്റെ ജിഹ്വയുടെ ആ സ്ഫുടം ചെയ്യൽ പ്രക്രിയ നടക്കുകയായിരുന്നു. ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപൂമ്പാറ്റകളല്ലിവല്ല, അയ്യോ പോയി കൂടെ കളിപ്പാൻ അമ്മേ വയ്യേ എനിക്ക് പറപ്പാൻ എന്ന് പറയുന്ന കവിതയില്ലേ കുമാരനാശാന്റെ അമ്മയും കുഞ്ഞും. ഇതൊക്കെ ചൊല്ലി രസമായിട്ട് നാടൻ കവിതകളൊക്കെ ചൊല്ലി ഞങ്ങളെ ക്ലാസ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം ഈ ഗണേശ സാർ വന്നില്ല. സാറ് വരാത്ത ദിവസം ക്ലാസ് റൂം എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ട് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. സാറ് വന്നില്ല എന്നുള്ള വിവരം അങ്ങ് അറ്റത്തെ മുറിയിലുള്ള മാസ്റ്റർ അറിയിച്ചു. അവിടെ തന്നെ ഞങ്ങളെല്ലാവർക്കും കൂടെ എഴുന്നേറ്റ് തൊട്ടടുത്ത ക്ലാസ്സിൽ ചെന്നിരിക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ ഒരു ശിക്ഷ ഏറ്റുവാങ്ങിയ പ്രതീതിയുടെ അടുത്ത ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അവിടെ എല്ലാവരും ബെഞ്ചിലിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ ശിക്ഷിക്കപ്പെട്ടെന്നാണല്ലോ, അഭയാർത്ഥികളെ പോലെ വെറും നിലത്തിരുന്നു. അവിടുത്തെ സാറ് ഗണേശ സാറിനെ പോലെയല്ല, 6-6 അടി പൊക്കം, ശരീരം നിറയെ മുടി, മീശ, രോമങ്ങൾ കൊണ്ടൊരു കളി. അതേപോലെ പഠിപ്പിക്കുന്നത് കാകൃത കനകൃത കാക്കയൊന്നുമില്ല, അത് ആന്തരിക അവയവങ്ങളെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. സംഗതി മെഡിക്കലാണ്. ആന്തരിക അവയവങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കഴിഞ്ഞു. ചോദ്യം ചോദിക്കുന്ന സമയത്താണ് കൃത്യമായിട്ട് ഞങ്ങൾ അവിടെ എത്തിയത്. ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് അധ്യാപകന്റെ മുഖത്ത് നോക്കാതിരിക്കാനുള്ള ഒരു പ്രത്യേകമായ വൈഭവം വിദ്യാർത്ഥികൾക്കുണ്ട് എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കി. ലൈറ്റ് റൈസ് ട്രാവലിംഗ് സ്ട്രൈറ്റ് ലൈൻസ് എന്ന് നമ്മൾ പറയുമെങ്കിലും
പഠിക്കുമെങ്കിലും സത്യം അതാണെങ്കിലും ചോദ്യം ചെയ്യുന്ന സമയത്ത് സാറിന്റെ ഓർത്തുന്ന ലൈബ്രറീസ് വളരെ വേറെ കിട്ടും. ഇതിപ്പോ ഞങ്ങൾ പഠിച്ച വിഷയമല്ല, ആന്തരികാവയവങ്ങളെ കുറിച്ചാണ് ചോദ്യം വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അയാളെ നോക്കി, ഇയാളെ നോക്കി, ഇയാൾ എന്നെ നോക്കി, അങ്ങനെയൊക്കെ ഒരു ഹെക്സഗണൽ ഷേപ്പിൽ അങ്ങനെ ഇരിക്കുകയാണ്. ആ ക്ലാസ്സിൽ പഠിക്കുന്നവർ പഠിച്ചവർ അവരെഴുന്നേറ്റ് കൃത്യമായിട്ട് പറയുന്നു കുടല ഭൂമി കാരണം എന്നൊക്കെ വിളിച്ച് പറയുന്നു ആന്തരികാവയവങ്ങൾ. കുറച്ചു കഴിഞ്ഞ സാറിന്റെ ദൃഷ്ടികൾ റാഗി പറന്ന് താഴെ ഇരിക്കുന്ന ഞങ്ങളിലേക്ക് വന്നു. വളരെ സൂക്ഷിച്ചിരിക്കുകയാണ്, അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു ആന്തരികാവയവത്തിന്റെ പേര് പറയും. എന്റെ അടുത്തിരിക്കുന്ന ഒരുത്തൻ ലിവിങ്സ്റ്റൺ എന്നാണ് അവന്റെ പേര്. കൃത്യമായി ഞാൻ ഓർത്തിരിക്കുന്നു. അയാളെ ഈ ഭാഗത്തിട്ട് തോണ്ടാൻ തുടങ്ങി. കാര്യം അയാൾക്ക് ഒരു ആന്തരികാവയവത്തിന്റെ പേരറിയാം. പക്ഷെ ലിവിങ്സ്റ്റൺ ആള് ശരിയല്ല എന്നുള്ളത് കൊണ്ട് അയാൾ പറയുന്ന ആന്തരികാവയവവും അത്ര ക്ലിയർ ആവാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ഞാനത് അറിഞ്ഞില്ല എന്നുള്ള മട്ടിലിരിക്കുകയാണ്. സാർ വീണ്ടും നോക്കുന്നു, റാഗി പറക്കുന്നു, ആന്തരികാവയവത്തിന്റെ പേര് പറയുക. ഇയാൾ എവിടെ ഇട്ട് ഇങ്ങനെ പിടിക്കുകയാണ്. കുറെ നേരമായി. ഇച്ചിരി കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഞാൻ അങ്ങോട്ട് അവരോട് അവരെ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ, അയാൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ എന്റെ ഒരു ആന്തരികാവയവം അയാൾ പുറത്താക്കുന്നുണ്ട്. എന്താ വിഷയം, എന്താ ലിസ്റ്റ്? ഞാൻ ഒരു ആന്തരികാവയവത്തിന്റെ പേര് പറയാം, വിളിച്ചു പറഞ്ഞാൽ മതി. അയാൾക്ക് പറയാൻ വയ്യ, ഞാൻ വിളിച്ചു പറഞ്ഞാൽ മതി. അയാൾ ഒരു ആന്തരികാവയവത്തിന്റെ പേര് പറഞ്ഞു. മനസ്സറിയാതെ ഞാനത് ഏറ്റു പറഞ്ഞു. എനിക്ക് അത്രേ ഓർമ്മയുള്ളൂ. അയാൾ പറഞ്ഞ ആന്തരികാവയവത്തിന്റെ പേരെന്താണെന്നറിയോ? ഒബ്ലാങ്കേറ്റ. 6-6.5 അടി പൊക്കമുള്ള ശരീരം നിറയെ മുടിയുള്ള ആ സാറുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ മുടിയോടെ കൂട്ടിയിട്ടു വേഷപ്പുറത്ത് നിർത്തി പിന്നെ നടന്നു എനിക്ക് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞു വന്നത് ഗണേശൻ സാറിനെ അനുസ്മരിക്കുന്ന ഒരുപാട് നിമിഷങ്ങൾ കേൾക്കാറുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ സ്കൂളിൽ പോയപ്പോൾ ഈ സംഭവം എനിക്ക് ഓർമ്മ. ഞാനവിടെ പറഞ്ഞു ഗണേശൻ സാർക്ക് എവിടെയാണെന്ന് എനിക്കറിയില്ല, അദ്ദേഹം ഉണ്ടോന്നും അറിയില്ല. പക്ഷെ ആ സാറിന്റെ മനസ്സിൽ നിത്യസ്തംഭമായി ജീവിക്കുന്നു. ഞാൻ ഇറങ്ങുമ്പോ ഒരു ടീച്ചർ പിന്നാലെ വന്നു. ഞാൻ കാറിലേക്ക് കയറുമ്പോ ആരോ പറഞ്ഞു ടീച്ചർ കാണാമെന്നുണ്ട്. സാർ ഗണേശൻ സാർ ഉണ്ട് സാർ, കരിക്കകത്തുണ്ട്, സാറിന്റെ നമ്പർ ഇതാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തെ പിന്നെ പോയി കണ്ടു. അദ്ദേഹം വാർദ്ധക്യത്തിൽ ഇരിക്കുകയാണ്. പക്ഷെ ഞാനിപ്പോ അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമുണ്ടല്ലോ. അതാണ് ഗുരുത്വം, അതാണ് ഗുരു ദക്ഷിണ, അതാണ് ഏറ്റവും വലിയ മഹത്തായ പവിത്രമായ ഗുരുധന്യമായ നിമിഷം ഞാൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ട് മലയാളത്തിലേക്ക് പിൽക്കാലത്തെ ഒരു താല്പര്യം എനിക്ക് തോന്നി എന്ന് ചോദിച്ചാൽ അന്നത്തെ അധ്യാപകരാണ്. ഇന്ന് വൈകുന്നേരം നമ്മുടെ വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ ജി ശങ്കരക്കുറുപ്പിന്റെ അനുസ്മരണം നടക്കുന്നു. പഴയ കവികളുടെയൊക്കെ അനുസ്മരണം നടക്കുന്നു. അവർ കവിതകളൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട കവികളെ കൊണ്ട് ചൊല്ലിക്കുന്നു. എന്നെ വിളിച്ചിട്ട് ഒരാളെ ചോദിച്ചു ജി ശങ്കരക്കുറുപ്പിന്റെ ഒരു കവിത ചൊല്ലാമെന്ന്. ഞാൻ ഏറ്റു. കാരണം ജി ശങ്കരക്കുറുപ്പിന്റെ കവിത ഇന്ന് ഞാൻ നാളെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു, നിങ്ങൾക്കും പഠിക്കാനുണ്ടായിരുന്നിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോ സിലബസ് മാറിയൊന്നുമില്ല. ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകരുടെ പ്രാവീണ്യം കൊണ്ട്, വൈഭവം കൊണ്ട്, അവരുടെ സർഗപരമായ സവിശേഷതകൾ കൊണ്ട് ഇപ്പോഴും എന്റെ മനസ്സിലെ കവിതയുണ്ട്. ഇന്നു ഞാൻ നാളെ നീ, ഇന്നു ഞാൻ നാളെ നീ, ഇന്നും പ്രതിധ്വനിക്കുന്നില്ല ഓർമ്മയിൽ. പാതവക്കത്ത മലത്തിൻ കരിനിഴൽ പ്രേതം കണക്ക ക്ഷണത്താൽ വളരവേ, എത്രയും പേടിച്ചരണ്ടു ചില ശുഷ്കപത്രങ്ങൾ മോഹം കലർന്നു വധിക്കവേ, ആസന്ന മൃത്യുവാം നിശ്ചേഷ്ടമാരുതൻ ശ്വാസം ഇടയ്ക്കിടയ്ക്ക് ആഞ്ഞുവലിക്കവേ, താരക രത്നഖചിതമാം പട്ടിനാൽ പാരമലങ്കൃതമായ പെട്ടിയിൽ ചത്തപകലിൽ ശവം വെച്ചെടുപ്പതിന് ആത്മമൗനം 4 ദിക്കുകൾ നിൽക്കവേ, തൻ പിതാവിൻ ശവപ്പെട്ടിമേൽ ചുംബിച്ച് കമ്പിത ഗാത്രിയായ അന്തി മൂർച്ഛിക്കവേ, ജീവിതം പോലെ രണ്ടറ്റവും കാണാത്തൊരാ വഴിയിൽ ധനിച്ചു ഞാൻ നിന്നുപോയി. ബാക്കി ചൊല്ലുന്നില്ല. ഈ കവിത മാത്രമല്ല, ആ അധ്യാപകരുടെ സവിശേഷത എത്ര മഹത്തായിരുന്നുവെന്ന് ഇപ്പോൾ ഓർക്കുകയാണ്, അതിശയത്തോടെ ഓർക്കുകയാണ്. ഭക്തി വിഭക്തി എന്ന് പറഞ്ഞ് വള്ളത്തോടിന്റെ കവിത. 2 നാഴികയായി പശ്ചിമ ജലാശയ കുണ്ടിലേക്ക് ഇറങ്ങിയിട്ട ആകാശമധ്യൻ സൂര്യൻ യാത്രയ്ക്ക് സമുദ്യുക്തയായിട്ടില്ല ഇവിടെ നിന്ന് ആത്തവാടലാംബരയാകിയ സന്ധ്യാലക്ഷ്മി ദീർഘവും പ്രസാദവും വാങ്ങാനോ രജനിതൻ താത്തന്നെ ലവണത്തിൽ ഒതുങ്ങി പെരുമാറി. അമ്പലം വലം വയ്ക്കുന്നവർ തൻ ഭൗതാംബര തുമ്പുകൾ കാറ്റത്തലഞ്ഞ അലകളതിൽ ചേർത്തു എന്ന് പറയുന്ന വള്ളത്തോടിന്റെ കവിത. അത്രാന്തരേ തത്ര ദുര്യോധനൻ താൻ മിത്രാത്മജൻ താനും ആസ്ഥാനദേശേ, മിത്രങ്ങളും പൗരവൃദ്ധങ്ങളും വന്നെത്തിയത് കേട്ടു മഹാദേവ ശംഭു എന്ന് പറയുന്ന മറ്റൊരു കവിത. അങ്ങനെ എന്തെല്ലാം കവിത. സഖീവന വിലക്കണേ കുമാരസംഭവം. പാർവതിയോട് വന്ന് ശിവന്റെ ദോഷങ്ങൾ ഒരാൾ പറയുകയാണ്.
പറയുന്നതും ശിവൻ തന്നെ. വേഷം മാറുമെന്ന് പറയുക. എന്തൊക്കെയാണ് പറയുന്നത്? കുലമധുലഹി. നിങ്ങൾ ഈ ശിവനെ വെറുതെ ഇങ്ങനെ ആരാധിക്കുന്നു, അയാളുടെ കുല അന്വേഷിച്ചിട്ടുണ്ട്. കുലമധുലഹി. പിന്നെ ആൾ വിരൂപൻ, പണമോ തികയാ തുണിക്ക് പോലും. ഇങ്ങനെയുള്ള ഒരാളിനെയാണ് സ്നേഹിക്കുന്നത്. കുറെ ആയപ്പോ പാർവതി പറയും, സഖീവന വിലക്കണേ കഥിക്കാൻ ഇനിയും ഇതാ ബദ ചുണ്ടനക്കിടുന്നു, വരുമിക സുജനാപവാദ പാപം വരനുര ചെയ്വത് കേട്ടു നിൽപ്പവർക്ക്. ഇങ്ങനെ എത്ര കവിതകൾ ഒക്കെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് എന്തുകൊണ്ട്? പദ്യം മാത്രമല്ല, ഗദ്യവും. അന്നത്തെ ഗദ്യം പഠിപ്പിക്കുന്ന സാർ ഗദ്യം പഠിപ്പിക്കുന്നത് കേട്ടാൽ നമുക്കൊരു പദ്യത്തെക്കാൾ ഹൃദ്യമായി തോന്നും. മാതാണ്ട് ഓർമ്മയിലെ ഒരു ഭാഗം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാമുകന്മാരായുള്ളവരോട് അകലെ എന്ന് കൽപ്പിക്കുന്നതായ ഒരു സ്ഥൈര്യരസം അവളുടെ നെടിയ നേത്രങ്ങളിൽ നിന്ന് പ്രവഹിക്കുന്നത് കൊണ്ടും ശ്രവണമായുള്ള അധരപല്ലവത്തിലും വളഞ്ഞുള്ള ചില്ലിയുഗങ്ങളിലും കളിയാടുന്ന രസം വശീകരണ പ്രധാനമല്ലാത്തതിനാലും പാറക്കുട്ടിയുടെ സൗന്ദര്യം രസവത്തായും ലളിതമായും ഉള്ളതല്ലെന്ന് രസികന്മാർ ചിലർ പറഞ്ഞേക്കാം. ക്വസ്റ്റ്യനാണ്. പാറക്കുട്ടിയുടെ സൗന്ദര്യം രസവത്തായും ലളിതമായും ഉള്ളതല്ലെന്ന് രസികന്മാർ ചിലർ പറഞ്ഞേക്കാം. എന്തുകൊണ്ട്? ഈ വരി മുഴുവൻ നമുക്ക് കാണാൻ അറിയാം, ഇതങ്ങോട്ട് എഴുതിയാൽ മതിയല്ലോ. അപ്പൊ ആ മട്ടിൽ മനോഹരമായ ക്ലാസുകളിലൂടെ കടന്നുപോയത് കൊണ്ടാണ് പിൽക്കാലത്ത് ഒരു കവിത ശുദ്ധമായി എഴുതണമെന്ന്, മലയാള സാഹിത്യത്തിൽ എന്തെങ്കിലും ഒന്ന് കുറിക്കണമെന്നൊക്കെ ഒരു ആന്തരിക ചോദന ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, എൻ്റെ അച്ഛനും അമ്മയും അമിതമായി ആഗ്രഹിച്ചിരുന്ന എന്നെ ഒരു ഡോക്ടറാക്കാൻ ഞാൻ തിരിച്ചു. അതുകൊണ്ട് അവർ എന്നോട് മലയാളം തുടരട്ടാന്ന് പറഞ്ഞു, ഹിന്ദി പഠിക്കാൻ പറഞ്ഞു. ഹിന്ദി പഠിപ്പിച്ചു. ഹിന്ദിക്ക് പ്രത്യേക ക്ലാസ്സുകളൊക്കെ തന്നിട്ട് ഈ ദക്ഷിണ ഭാരത ഹിന്ദി പ്രയാസഭ നടത്തുന്ന ഹിന്ദി പരീക്ഷകളുണ്ടല്ലോ, പ്രാഥമികം, മധ്യമം, രാഷ്ട്രം, അല്ലെ, പ്രവേശിക, ഇതൊക്കെ ഞാൻ പാസ്സായി 8ൽ 9 എനിക്ക് ഇഷ്ടമില്ലാതെ തന്നെ. അതുകൊണ്ടൊരു ഗുണമുണ്ടായി. ഹിന്ദി പിന്നെ എടുത്തപ്പോ ബീഹാരിലാലിനെ കുറിച്ച് ഞാൻ അന്ന് പഠിച്ച ഒരു വാചകം ഏത് കവിയെ കുറിച്ചും ആദ്യം എഴുതിക്കൊണ്ടെന്ന് തുടങ്ങും. അത് ജയശങ്കർ പ്രസാദ് ആയാലും പ്രേംചന്ദ് ആയാലും ഒക്കെ. वाचकम इदान महाकवि बिहारी लाल के रमणीय कल्पना गुंज में प्रवेश करके देखे तो सरस सौरभ सुरस सम्मिलित सैकड़ों सुमन अपनी उभरती हुई शोभा से विराज रखेंगे, जिनसे सहृदय साहित्य प्रेमियों का मनो विनोद हो. പ്രായമായതുകൊണ്ടാണ് ഇടയ്ക്ക് ശ്വാസം എടുത്തത്, അല്ലെങ്കിൽ ഒറ്റ ശ്വാസത്തിലെന്ന് പറയുന്നത്. അപ്പോൾ ഈ മട്ടിലുള്ള ഒരു വിദ്യാഭ്യാസം നടക്കുമ്പോഴും മലയാളത്തെ ഞാൻ രഹസ്യമായി പ്രണയിച്ചുകൊണ്ടിരുന്നു. അച്ഛൻ എന്നെ കൊണ്ടുവന്ന് യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ മെമ്പർഷിപ്പെടുത്തുന്നു. ഞാൻ പ്രീഡിഗ്രിക്ക് വെച്ച് എൻ്റെ ആഗ്രഹം തന്നെ നടന്നു. എനിക്ക് അങ്ങോട്ട് റിപ്പോർട്ട് വന്നില്ല. അപ്പോൾ എന്നെ ബോട്ടണിക്ക് ചേർത്തു. സുവോളജിക്കാണ് ആദ്യം ചേർത്തു, പിന്നെ ബോട്ടണിക്ക് ചേർത്തു. ബോട്ടണിയെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് പിന്നെ PSC കഴിഞ്ഞ് വരാൻ വേണ്ടി യൂണിവേഴ്സിറ്റി ലൈബ്രറി മെമ്പർഷിപ്പ് എടുത്തു. ഞാൻ നേരെ പോയത് മലയാളം ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അവിടെ ചെന്ന് കുമാരനാശാന്റെ പദ്യകൃതികൾ എടുത്തു മറിച്ചു. പ്രരോദനം, കഷ്ടം, സ്ഥാനവലിപ്പമോ, പ്രഭുതയോ, സജ്ജാതിയോ, പുഷ്ടശ്രീ തനുധാടിയോ, സ്പഷ്ടം മാനുഷഗർവം ഒക്കെ പൂക്കസ്തവിക്കും ഇഷ്ടന്മാർ വിരിയുന്നു, ഹാ ഇവിടമാണ് അധ്യാത്മവിദ്യാലയം. ഞാനത് ഹൃദയസ്ഥമാക്കി. ഇതൊക്കെ എളുപ്പമാണ് ബോട്ടണി പഠിക്കാൻ. എന്നാലും ആ ആഭിമുഖ്യം, ആ അഭിനിവേശം, ആ അഭിവാഞ്ച അങ്ങോട്ടായതുകൊണ്ട് അത് കഴിഞ്ഞ് ചങ്ങമ്പുഴയുടെ എടുത്തു. അപ്പൊ അതിനേക്കാൾ രസം അവളുടെ പത്രം എന്നാണ് കവിതയുടെ പേര്. അവളുടെ പത്രം എന്ന് പറഞ്ഞാൽ അതിലൊരു അടിക്കുറിപ്പ് കൊടുത്തിരിക്കുന്നു. ഇത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ എന്താണ് അപ്രസിദ്ധീകൃതമായ കുറെ ശേഖരത്തിൽ നിന്ന് എടുത്തതാണ് അവളുടെ പത്രം. അപ്പൊ അതിലൊരു രസം തോന്നി. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള മരിച്ചതിന് ശേഷം എടുത്താണ്. അതിൽ എഴുതിയിരിക്കുന്നു, ഒരു പെൺകുട്ടി ഒരു കുറെ കാര്യങ്ങൾ എഴുതി ഒരു ചെറുപ്പക്കാരന് കൊടുക്കുന്നതാണ്. അന്നത്തെ എന്റെ പ്രായവും ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രായവും ഒക്കെ ഒന്നായിരുന്നത് കൊണ്ട് ഞാനത് താല്പര്യപൂർവ്വം വായിച്ചു. കാണണം നിത്യവും, കാണുമ്പോൾ നാണിക്കും, കാണാതിരുന്നാൽ പിണക്കമാവും, എന്നും പിരിയുമ്പോൾ എന്നോട് ചെല്ലുവാൻ എന്നും അവൾക്കുണ്ടാ 100 കൂട്ടം. ഇതാണ് ഈ 100 കൂട്ടം. മുല്ലയ്ക്കൽ വീട്ടിലെ മല്ലിക കുട്ടിക്ക് ചെല്ലപ്പൻ കത്ത് കൊടുത്ത കാര്യം, താലപ്പൊലി നോക്കി നിൽക്കുമ്പോൾ അമ്മിണി ബാലനെ നോക്കി ചിരിച്ച കാര്യം, ഹിന്ദി പഠിപ്പിക്കും സാറെന്ന് കേൾക്കുമ്പോൾ ഇന്ദുമതിയുടെ പാരവശ്യം, ഹിന്ദി സാറിനോട് മാത്രം, ഇന്ദിര കോളേജിൽ പോകുമ്പോൾ സൈക്കിളിൽ ചന്ദ്രനെതിരെ വരുന്ന കാര്യം, ഇതൊക്കെ അന്നേ ഹൃദയസ്ഥമായിരുന്നു. ഈ വിധത്തിൽ മലയാളത്തിന്റെ ഒരു മഹാകാശത്തിലേക്ക്
ഗദ്യകൃതികളുടെയും പദ്യകൃതികളുടെയും വിപുലമായ അനന്തവിഹായസിലേക്ക്, ആ വിഹായസിന്റെ വിശാലമായ വിസ്തൃതിയിലേക്ക് കടന്നു ചെല്ലുവാൻ സഹായിച്ചത് ആദ്യകാലത്ത് അധ്യാപകർ നൽകിയ അദമ്യമായ പ്രചോദനമാണ്. ഇപ്പോഴത്തെ അധ്യാപകർ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ചെറിയകാലം പറഞ്ഞിട്ട് പദ്യമൊക്കെ വായിച്ചു വിടുക. 2 നാഴികയായി പശ്ചിമജലാശയ കുണ്ടിലേക്ക് ഇറങ്ങിയിട്ട് ആകാശവാദ സൂര്യൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾ ഓർത്തിരിക്കണമെന്നില്ല. അപ്പൊ ആ മട്ടിൽ മലയാളത്തോടുള്ള ഒരു ഇഷ്ടം അത് എന്നെ വളരെയധികം വഴിതിരിച്ചു വിടുവാൻ, സാംസ്കാരികമായ ഒരുപാട് പാതകൾ താണ്ടുവാൻ സഹായിച്ചുവെന്ന് ഈ സന്ദർഭത്തിൽ ഈ ഉച്ച സമയത്ത് ഞാൻ ഓർക്കുകയാണ്. നമ്മളെല്ലാം വിദ്യാർത്ഥികൾ ഇരിക്കുന്നതുകൊണ്ട് പറയുകയാണ്, നമുക്കെല്ലാം കോംപ്ലക്സുകൾ നമ്മളെ ഭരിക്കുന്ന ഒരു അവസ്ഥയാണ്. മലയാളം എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സാണ്. അയാൾക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു കോംപ്ലക്സാണ്. ഇംഗ്ലീഷ് പറയുന്ന ആളിന് മലയാളം നല്ലപോലെ വായിക്കാൻ പറ്റുന്നില്ല, എഴുതാൻ പറ്റുന്നില്ല, അത് വേറൊരു കോംപ്ലക്സാണ്. ഒരിക്കലും 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 കോംപ്ലക്സുകൾ നമ്മളെ ഭരിക്കാതിരിക്കട്ടെ. ഇവിടെ മഹാഭാരതത്തിലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കഥാപാത്രം ആരാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കഥാപാത്രം കർണനാണ്. കർണനെ കുറിച്ച് ഞാൻ ഒരു കവിതയും എഴുതിയിട്ടുണ്ട്. ഏറ്റവും അധികം വേദികളിൽ ചൊല്ലിയിട്ടുള്ളതും ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടതും എന്റെ കവിതകളിൽ കർണനാണ്. ഹേ സർവസാക്ഷിയാം സൂര്യൻ, ഇതങ്ങയുടെ പ്രിയമകൻ കർണൻ. ഇവിടെ രണഭൂവിൽ ഇരുട്ടിന്റെ കോട്ടയിൽ ഒരു ഇത്തിരി പ്രാണന്റെ പതിരുവാറ്റുന്നീവൻ എന്ന് തുടങ്ങി, ഹേ വിശ്വരൂപൻ, ആ വക്ഷസ്ഥിതി ശിരസേറ്റി കിടത്തുക വേഗം, നിദ്രയ്ക്കു നേരമാകുന്നു, നിതാന്തമാം നിദ്രയ്ക്കുവൻ ഒരുങ്ങുന്നു എന്ന് അവസാനിക്കുന്ന കർണൻ. ഈ കർണൻ ഹസ്തിനപുരിയിലേക്ക് ആദ്യമായി വരുന്ന ഒരു രംഗമുണ്ട്. ആ രംഗം ഏറ്റവും മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്നത് ഒരു മറാഠി സാഹിത്യകൃതിയിലാണ്. കർണൻ എന്ന പേരിലുള്ള ഒരു മറാഠി കൃതി. അത് എഴുതിയത് വിഖ്യാതനായ മറാഠി സാഹിത്യകാരൻ ശിവാജി സാവന്താണ്. നമുക്കിവിടെ ലൈബ്രറി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ലൈബ്രറിയിൽ മലയാള കൃതികൾ ഉണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു. ആ കൃതികളില്ലെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പൽ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം കൂടുതൽ ആവേശപൂർവ്വം ഏതാനും മലയാള കൃതികൾ വാങ്ങുക. അങ്ങനെ വാങ്ങുന്നുവെങ്കിൽ നിശ്ചയമായി നിങ്ങൾ ശിവാജി സാവന്തിന്റെ കർണൻ വാങ്ങി വായിക്കണം. അതിൽ അതിരഥന്റെ വിരൽത്തുമ്പിൽ തൂങ്ങി ഹസ്തിനപുരിയിലേക്ക് ആദ്യമായി കടന്നു വരുന്ന കർണൻ. അങ്ങനെ കടന്നു വരുമ്പോൾ കർണൻ ഇങ്ങനെ കാണുകയാണ്. ഇവരെല്ലാം രാവിലെ ആയോധന വിദ്യ കഴിഞ്ഞ ഗ്രൗണ്ടിൽ ഇങ്ങനെ ആചാര്യന്റെ മുമ്പിൽ നിൽക്കുന്ന സമയം, ദ്രോണാചാര്യന്റെ മുമ്പിൽ പലവിധമായ സംശയങ്ങളും ഒക്കെ ചോദിച്ചുകൊണ്ട് കുട്ടികൾ, ചെറുചെറുപ്പുള്ള കുട്ടികൾ, കൗരവന്മാരും പാട്ടവന്മാരും ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ ആ പടവുകൾ ഇറങ്ങി അച്ഛന്റെ വിരൽത്തുമ്പിൽ തൂങ്ങി വരികയാണ് കർണൻ. കർണൻ കാണിച്ചു കൊടുക്കുകയാണ്. അതിനതിൽ നിൽക്കുന്നതാണ് ഭീമൻ, അത് യുധിഷ്ഠിരൻ, അതോ കർണൻ അങ്ങോട്ട് ചോദിക്കും, ആ പയ്യൻ ഏതാണ്? അതാണ് അർജുനൻ. അർജുനന്റെ ചെറുചുറുക്ക്, അർജുനന്റെ സ്മാർട്ട്നെസ് കർണൻ ശ്രദ്ധിച്ചു. കർണൻ അർജുനെ തന്നെ നോക്കിക്കൊണ്ട് അടുത്തേക്ക് വരുന്നു. ഈ സമയം അർജുനൻ തിരിഞ്ഞു നോക്കുമ്പോൾ തേജസ്വിയായ ഒരു യുവാവ് തന്നെ ഉറ്റുനോക്കിയിരിക്കുന്നു. അവർ രണ്ടുപേരുടെയും കണ്ണുകൾ ഉടക്കുകയാണ്. അവരുടെ രണ്ടുപേരുടെയും കണ്ണുകൾ വല്ലാതെ ഉടക്കുകയാണ്. ആ നിമിഷത്തെ, ആ രംഗത്തെ അവിസ്മരണീയമാം വിധം ചിത്രീകരിച്ചിരിക്കുകയാണ് ശിവാജി സാർ. എങ്ങനെയെന്നോ ആ നിമിഷത്തിൽ ആകാശത്തിലൂടെ പറന്നു പോയിക്കൊണ്ടിരുന്ന ഒരു ഗരുഡന്റെ കൊക്കിൽ നിന്ന് ഒരു സർപ്പം അടർന്നു വീണ് അവർക്കിടയിൽ പതിക്കുകയും ആ സർപ്പം എഴുന്നേറ്റ് നിന്ന് അതിന്റെ പത്തി വിടർത്തി രണ്ടുപേരുടെയും നേർക്ക് വെട്ടിച്ചു തിരിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ശാശ്വതമായ പകയുടെ ഒരു നിമിഷം, ഒരു അംഗം അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, കർണന്റെ കണ്ണുകളിലെ നക്ഷത്ര തിളക്കം കണ്ടിട്ട് അർജുനന്റെ മനസ്സിലെ ആത്മവിശ്വാസത്തിന്റെ അംശം ചോർന്നു പോവുകയാണ്. അവിടെ തുടങ്ങുകയാണ് പിന്നീടുള്ള വിപ്ലവകരമായ രംഗങ്ങളുടെ ആരംഭം. ഈ വിധത്തിൽ നമുക്ക് കോംപ്ലക്സുകൾ നമ്മളെ ഭരിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വിരലുകളെ കുറിച്ചുള്ള ഒരു കഥ ഞാൻ ഒരുപാട് വേദികളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആവർത്തിച്ചുകൊണ്ട് പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. വിരലുകളുടെ ഒരു സമ്മേളനമാണ്. വിരലുകളുടെ നേതാവിനെ തിരഞ്ഞെടുക്കുന്നു. വിരലുകളെല്ലാം
അവരെ പ്രതിനിധീകരിച്ചുകൊണ്ട് 5 വിരലുകളും വേദിയിലിരിക്കുന്നു. അവർ സ്വയം വന്ന് പരിചയപ്പെടുത്തുന്നു, സ്വന്തം സവിശേഷതകൾ അവതരിപ്പിക്കുന്നു. അത് വെച്ചിട്ട് അവരെ നിർണയിക്കുന്നു, നേതാവിനെ തിരഞ്ഞെടുക്കുന്നു. ആദ്യം വന്ന് തള്ളവിരൽ വന്നിട്ട് പറഞ്ഞു, ഞാനാണ് തള്ളവിരൽ, ഞാനാണ് മാതൃവിരൽ, മാതൃത്വത്തിന്റെ വിരൽ. നിങ്ങൾ മാതാക്കളെ ബഹുമാനിക്കുന്നവരാണല്ലോ, മാതാക്കളെ ബഹുമാനിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കണം. പിന്നെ മാതാവാണെന്ന് മാത്രമുള്ള യോഗ്യതയല്ല, എനിക്കും കഴിവുകളൊക്കെ ഉണ്ട്. ഞാനും ഈ ഭാരമുള്ള വസ്തുക്കളൊക്കെ എടുക്കുന്ന സമയത്തെ ഭാരമുള്ള ഒരു വസ്തു എടുക്കുന്ന സമയത്ത് ഒരു വശത്ത് ഞാൻ മാത്രമാണ് പിടിക്കുന്നത്, അല്ലേ? മറുവശത്ത് നിങ്ങൾ ഇവരെല്ലാം നിൽക്കുമ്പോൾ ഒരു വശത്ത് ഞാൻ മാത്രമാണ് പിടിക്കുന്നത്. അതുകൊണ്ട് എനിക്കും ശക്തിയൊക്കെ ഉണ്ട്. എന്നെ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ ശക്തിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കാം. അടുത്ത് വന്ന ചൂണ്ടുവൽ വന്ന് സ്മാർട്ടായിട്ട് നിന്നു. എനിക്ക് ചൂണ്ടുവലിനെ കാണുമ്പോഴെല്ലാം ഓർമ്മ വരുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ സവ്യസാചിയായ ആ കഥാപാത്രത്തെയാണ്, മഹാഭാരതത്തിലെ അർജുനെ പോലെ സ്മാർട്ടായിട്ട് നിന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, സുഹൃത്തുക്കളെ, ഞാനാണ് ചൂണ്ടുവരൽ എന്ന് പറഞ്ഞാൽ ചൂണ്ടുന്ന വിരൽ എന്ന് പറഞ്ഞാൽ